യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം 2 പേർ ചേർന്നിട്ടാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് പ്രാവശ്യമ്പലത്ത് നിന്നും ഇവാനാണ്. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ദൈവജനത്തിൽ പറയുന്നത്, പൈതൽ ചെറുപ്പം മുതലേ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും കൃപയിലും വളർന്നു വന്നു, മനുഷ്യർക്കും ദൈവത്തിനും പ്രസാദമുള്ളവനായി തീർന്നു എന്നാണ്. അതേപോലെ ഈ മോൻ്റെ ലൈഫിലും മറ്റുള്ളവരുടെ മുൻപിൽ ഫേവർ തോന്നുന്ന വിധത്തിൽ ദൈവപ്രസാദം ഈ മോൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഈ മോനെ അനുഭവിക്കട്ടെ. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങൾ ഈ മോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ മോൻ്റെ ലൈഫിലായിരിക്കുന്ന എല്ലാ ബാലാരിഷ്ടതകളും മാറിപ്പോകട്ടെ. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പനിയും പ്രയാസങ്ങളും എല്ലാം മാറട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ. അപ്പം ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ. അതേപോലെ തന്നെ ചെറുപ്പം മുതൽ ദൈവസ്നേഹത്തിൽ കർത്താവിനെ അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ, കർത്താവെ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളിൽ ഈ മോൻ വളരട്ടെ. അപ്പം നിൻ്റെ കൃപ ഈ മോനോടൊപ്പം ചലിക്കുന്നു ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വീട് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം. ഇവരുടെ ലൈഫിൽ ഉയർച്ചയുണ്ടാകണം. ദൈവകൃപയിൽ ഈ കുടുംബം ശ്രേഷ്ഠതയിൽ ഉയരട്ടെ. ഉയരട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലും അവൻ്റെ കൃപയിലും ഈ വീട് ഉയർന്നു വരട്ടെ. കർത്താവേ, ഇവരുടെ സാമ്പത്തിക കാര്യങ്ങൾ, ഇവരായിരിക്കുന്ന എല്ലാ മേഖലയിലും ഇതെല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ വാഹനം, വീട്, നന്മകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുത്തെ കൃപകൾ കൊണ്ട് നിറച്ചതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സ്പോൺസറും കൂടിയുണ്ട്. അത് പട്ടത്തു നിന്നും ലേവിയാണ്. ഈ ബ്രദർ പറയുന്നത്, ബ്രദറിന് ഇടയ്ക്കിടയ്ക്ക് നടുവേദനയും വയറുവേദനയും ഉണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ്. നമുക്കൊരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ ബ്രദറിനെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ബ്രദറിൻ്റെ നടുവിലെ പ്രയാസവും വയറ്റിലെ പ്രയാസവും മാറിപ്പോകട്ടെ. കർത്താവെ, ആ വേദന മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വേദന മാറിപ്പോകട്ടെ. അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഈ ബ്രദറിൻ്റെ മേൽ ചലിക്കട്ടെ. താങ്ക് യു ജീസസ്. കർത്താവേ, സാമ്പത്തിക കാര്യങ്ങളുടെ മേൽ അവിടുത്തെ കൃപ ചലിക്കണം. അവിടുത്തെ കൃപ ചലിക്കണം. സാമ്പത്തിക ഞെരുക്കം മാറിപ്പോകണം. സാമ്പത്തിക ഞെരുക്കം മാറിപ്പോകണം. കർത്താവിൻ്റെ അനുഗ്രഹം ഈ വീട് അനുഭവിക്കട്ടെ. ഈ ബ്രദർ അനുഭവിക്കട്ടെ. തൊടുന്നതിലെല്ലാം ആ ദൈവിക നന്മ അനുഭവിക്കട്ടെ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ 2 കുടുംബങ്ങളെയും നിങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവ്. നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ജീസസ്.
നമ്മൾ കേൾക്കാൻ പോകുന്നത് ന്യൂ ഇയറിൽ നമ്മൾ കേട്ടത് മാനിഫെസ്റ്റിംഗ് റിജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. ഞാൻ വിശ്വസിക്കുമ്പോൾ എന്താണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്? നമ്മൾ കേൾക്കുന്ന ദൈവജനത്തെ വിശ്വസിക്കുകയും അതിനെ ഏറ്റുപറയുകയും ചെയ്യണമെന്ന് പറയും. അത് ഞാൻ വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് അത് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവ് ചില സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് തരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Give a praise offering to Lord. അവനൊരു സ്തുതിയാഗം അർപ്പിച്ചോട്ടെ. Today's message is like this: the glorious life is for present hour. ഞാൻ ഇന്നത്തെ മെസ്സേജിന് വേണ്ടി ഇട്ടിരിക്കുന്ന പേര് ഈ നിമിഷത്തെ മഹത്വകരമായ ജീവിതം എന്നാണ്. This is a deeper understanding what God given to me years back. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്ന ആഴമായ ഒരു ഉപദേശം അല്ലെ അറിവാണ്. You know, we can preach different ways. നമുക്ക് പല രീതിയിൽ പ്രസംഗിക്കാനായി സാധിക്കും. We can teach the people from the word. നമുക്ക് വചനത്തിൽ നിന്ന് ആൾക്കാരെ പഠിപ്പിക്കാം. So I can take a word like salvation and go through all Bible and the word scriptures about the salvation. I can teach them. എനിക്ക് രക്ഷയെക്കുറിച്ച് ഒരു വാക്യം ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ബൈബിളിലുടനീളമുള്ള വാക്യങ്ങളെ ചേർത്ത് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ സാധിക്കും. In another word, we can take a scripture and prophetically we can preach. അല്ലെങ്കിൽ ഒരു വാക്യം എടുത്തതിന് ശേഷം അത് പ്രവചന രീതിയിൽ അതിനോട് സംസാരിക്കാനായി സാധിക്കും. Another way, we can take a scripture and share the understanding of the scripture, meaning of the scripture. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വാക്യം എടുത്തതിന് ശേഷം അതിന്റെ അർത്ഥങ്ങൾ വിപുലീകരിച്ച് നമുക്ക് പറയാനായി സാധിക്കും. But today, what I am going to share today, പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് the whole understanding of the Holy Spirit, and it will change your whole mind. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മുഴുവനുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനായി പോകുന്നത്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ജീവിതത്തെ മാറ്റാനായി പോകുന്നു. Last week we thought about patience and endurance. കഴിഞ്ഞ ആഴ്ച നമ്മൾ സഹിഷ്ണുതയെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും പഠിക്കാനിടയായി. So if you walk in the patience and you will get into the endurance, if you are get into the endurance, it's lead you to the maturity. നമ്മൾ ക്ഷമയോടെ പോവുകയാണെങ്കിൽ നമ്മൾ സഹിഷ്ണുതയിലേക്ക് എത്താനിടയാവും. നമ്മൾ സഹിഷ്ണുതയിൽ പോയാൽ നമുക്ക് മെച്യൂരിറ്റിയിലേക്ക് പ്രാപിക്കാനിടയാവും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കാനിടയായി. Spiritual maturity lead by the patience and endurance. ആത്മീയമായിട്ടുള്ള മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത് നമ്മൾ സഹിഷ്ണുതയിലും ക്ഷമയിലുമാണ് നമ്മളോട് എത്താനിടയാകുന്നത്. So once you get into the maturity, you will receive hope from the Holy Spirit. നമ്മൾ ആ മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള പ്രതീക്ഷ നമുക്ക് വരുവാനിടയാകും. When you are living the hope, you will reach the promises of God. നിങ്ങൾ ആ പ്രതീക്ഷയിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾ എത്തുവാനിടയാകും. That means patience lead you to the manifestations. എന്ന് വെച്ചാൽ ക്ഷമ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തലിലേക്ക് എത്തുവാനിടയാകും. Say to your neighbor, patience lead you to the maturity, patience lead you to the manifestations. സഹിഷ്ണുത നിങ്ങളെ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരാനിടയാകും. സഹിഷ്ണുത നിങ്ങളുടെ വെളിപ്പെടുത്തലുകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനിടയാകും. Before I share the word, when I was with the word and with the presence, God gave me another scripture from John chapter 9 verse 5. ഞാൻ ദൈവസന്നിധിയിലായിരുന്ന സമയത്ത് ദൈവാത്മാവ് എൻ്റെ അടുത്ത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 5-ാം വാക്യം തരുവാനിടയായി. Let's turn to John chapter 9 verse 5. നമുക്ക് യോഹന്നാൻ സുവിശേഷം 9:5 പോകാം. This word Jesus spoke to disciple while he is healing a blind man. ഈ വാക്യം ഒരു കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കുന്ന സമയത്ത് യേശു ശിഷ്യന്മാരോട് സംസാരിക്കാൻ ഇടയായതാണ്. If you can open your Bible and read it, it should be nice to your life. നിങ്ങളുടെ ബൈബിൾ എടുത്ത് അത് വായിക്കാൻ ഇടയായാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. As long as I am in the world, I am the light of this world. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. So can you open your Bible? Can you read the scripture with me? നിങ്ങൾ അത് As long as I am in the world, I am the light of this world. ബൈബിൾ തുറന്ന് നിങ്ങൾക്ക് എന്നോടൊപ്പം വായിക്കാനായി സാധിക്കുമോ? ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. You know, every time Jesus used that expression, I am, he was referring or reiterating what God said to Moses. എപ്പോഴൊക്കെ യേശു ഞാനാകുന്നു എന്ന് പറയാനിടയാകുന്ന സമയത്ത് അവൻ മോശയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്തു തരികയാണ് ചെയ്യുന്നത്. When
he asked, what is your name? മോശ അവനോട് എന്താണ് നിന്റെ പേരെന്ന് ചോദിച്ചപ്പോൾ Do you know the answer? എന്താണ് ദൈവം God said to Moses, I am. എന്താണ് മോശയോട് ദൈവം പറഞ്ഞ ഉത്തരം എന്നറിയാമോ? ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ആകുന്നു എന്ന്. What was God saying? എന്താണ് ദൈവം പറയാനിടയായത്? God is saying, I am what you need me to be. എന്ന് വെച്ചാൽ ദൈവം മോശയോട് പറഞ്ഞത്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, നിനക്ക് എന്ത് കാര്യത്തിൽ ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഞാൻ ആകുന്നു എന്നാണ്. In another, it is a wonderful understanding what God trying to share to Moses. What I am what you need me to be. എന്ന് വെച്ചാൽ മോശയോട് ദൈവം പറഞ്ഞത് മനോഹരമായ കാര്യമായിരുന്നു. ദൈവം പറഞ്ഞൊരു കാര്യം, നിനക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അവിടെയൊക്കെ നിനക്ക് വേണ്ടി ഞാനായി വെളിപ്പെടാനിടയാകും. നിനക്ക് എന്താണോ ആവശ്യം അത് ഞാനാണ്. ആമേൻ. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞു. That means if you need a deliverance, that means I am your deliverance. Amen. എന്ന് വെച്ചാൽ നിനക്കൊരു വിടുതലാണ് ആവശ്യമെങ്കിൽ ദൈവം പറയും, ആ വിടുതൽ ഞാനാണ്. If you need a healing, I am your healing. നിനക്കൊരു സൗഖ്യമാണ് ആവശ്യമെങ്കിൽ അത് ഞാനാണ് നിന്റെ സൗഖ്യം. If you need a solution, I am your solution. നിനക്കൊരു സൊല്യൂഷനാണ് ആവശ്യമെങ്കിൽ അവിടെ ഞാനാണ് നിന്റെ സൊല്യൂഷൻ. Let this understanding control your mind. ഈ മനസ്സിലാക്കൽ നിന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനിടയാകട്ടെ. Let this understanding controls your mind. ഈ അറിവ് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാനിടയാകട്ടെ. He is your deliverance. അവനാണ് നിന്റെ വിടുതൽ. He is your healing. അവനാണ് നിന്റെ സൗഖ്യം. He is your salvation. അവനാണ് നിന്റെ രക്ഷ. He is your blessing. അവനാണ് നിന്റെ അനുഗ്രഹം. Come on, shout hallelujah. ഉറക്കെ പറഞ്ഞാട്ടെ. So if you believe He is your manifestation, He is your healing, He is your miracle, I'm challenging you, it will manifest to you. നിങ്ങൾ ആ ബോധ്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ നീ അവനാണ് നിന്റെ വിടുതലെന്ന്, അവനാണ് നിന്റെ സൗഖ്യമെന്ന് നീ അത് പറയാൻ ഇടയാകുകയാണെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. Say with me, Jesus is my healer. എന്നോടൊപ്പം പറഞ്ഞാട്ടെ, യേശു എന്റെ സൗഖ്യം. Jesus is my deliverance. യേശുവാണ് എന്റെ വിടുതൽ. Jesus is my salvation. യേശുവാണ് എന്റെ രക്ഷ. Jesus is my solution. യേശുവാണ് എന്റെ സൊല്യൂഷൻ. Jesus is my success. യേശുവാണ് എന്റെ വിജയം. If you confess that way, it will manifest to you. അത് Amen. നിങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. Say to your neighbor, manifesting restorations. അടുത്തൊരാൾ വ്യക്തിയോട് പറഞ്ഞാൽ വെളിപ്പെട്ടു വരുന്ന പുനഃസ്ഥാപനം. ഞാൻ പുനഃസ്ഥാപനം എന്നുള്ള വാക്കിനെ കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് പറയട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം വെളിപ്പെടുന്നു എന്ന് പറഞ്ഞ് ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവം എന്തെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ അതാണ് റിസ്റ്റോറേഷൻ. അത് വെളിപ്പെടുന്നു. ഞാനൊരു മലയാളത്തിൽ അതിൻ്റെ കുറച്ചും കൂടെ സിമ്പിളായ ഒരു വേർഡ് കണ്ടുപിടിച്ചായിരുന്നു. ഞാനൊന്ന് വായിച്ചോട്ടെ. അത് തിരികെ ഏൽപ്പിക്കൽ. റിസ്റ്റോറേഷൻ മീൻസ് തിരികെ ഏൽപ്പിക്കൽ. അങ്ങനെയും പറയാം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. വാട്ട് ഗാഡ് റിസ്റ്റോർഡ്, ദാറ്റ് മീൻസ് വാട്ട്, എന്താണോ ദൈവം നമുക്ക് തിരികെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇറ്റ് വിൽ മാനിഫെസ്റ്റ്. ദൈവം എന്താണോ നിങ്ങളെ തിരികെ ഏൽപ്പിച്ച അത് വെളിപ്പെട്ടു വരുവാനായി പോകുന്നു. Can you say hallelujah? ഹല്ലേലൂയ പറഞ്ഞാൽ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, manifesting restorations. അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞാൽ തിരികെ ലഭിച്ചത് വെളിപ്പെട്ടു വരുന്നു. From here we are going to very serious. ഇത് ഇപ്പൊ മുതൽ നമ്മൾ സീരിയസ് ആയി ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നു. Because I am going to share or open my heart to you. ഞാൻ എൻ്റെ ഹൃദയത്തെ തുറന്ന് നിങ്ങളോട് സംസാരിക്കാനായി പോകുന്നു. While I am sharing, we have to believe manifestation will happen. Amen. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കണം, വെളിപ്പെടുത്തലുകൾ നടക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കണം. When you believe manifesting restoration, നിങ്ങൾ തിരികെ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്ന സമയത്ത്, that means what are the things Jesus restored, it is going to manifest. When you believe that, എന്താണോ യേശു നിങ്ങളെ തിരികെ ഏൽപ്പിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, തിരികെ ഏൽപ്പിച്ചെന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, what will happen? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൈവം എന്തെല്ലാം നിങ്ങളുടെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചോ അത് വെളിപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? Listen to me. It is so simple, but it is a deeper understanding. ഇത് വളരെ നിസ്സാരമാണ്, പക്ഷെ ആഴമേറിയ മനസ്സിലാക്കലാണ്. When I believe the manifesting restoration, what will happen? പുനഃസ്ഥാപനം വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? How it has happened? എങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നത്?
happen to your physical and spiritual life? നിങ്ങളുടെ ആത്മീയമായും ഭൗതികമായ ജീവിതത്തിൽ അതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്? God will send his anointing or his spirit upon you to manifest the restorations. Amen. ദൈവം തന്റെ ആത്മാവിനെ നിന്റെ മുകളിൽ അയക്കും ആ പുനഃസ്ഥാപനം വെളിപ്പെടുവാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും കൂടെ പറയാം. നിങ്ങൾ ദൈവം കാൽവറിയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം വെളിപ്പെടുമെന്ന് ചിന്തിക്കുമ്പോൾ ആ ചിന്തിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്, ആ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവം തന്നെ ആത്മാവിനെ നിന്റെ മുകളിൽ വയ്ക്കുവാനിടയാകും. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം എങ്ങനെയാ? ഹൗ ഗോഡ് മാനിഫെസ്റ്റ് what are the things, the restored things? എന്താണ് ദൈവം തിരികെ ഏൽപ്പിച്ച കാര്യങ്ങൾ? So how God manifests the things God restored in Calvary? കാൽവറിയിൽ വെച്ച് ദൈവം പുനഃസ്ഥാപിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് വെളിപ്പെടേണ്ടത്? എങ്ങനെയാണ് വെളിപ്പെടുന്നത്? It is so simple. അത് വളരെ നിസ്സാരമാണ്. Through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെയാണ് അത് വെളിപ്പെടുന്നത്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, എങ്ങനെയാണ് യേശു കർത്താവ് പറഞ്ഞേ, ബാക്കി പറഞ്ഞേ, കാൽവറിയിൽ ചെയ്ത വീണ്ടെടുത്ത സകലത്തെയും നമുക്ക് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാ? ത്രൂ ദ ഹോളി സ്പിരിറ്റ്. എല്ലാവരും പറഞ്ഞേ, ത്രൂ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലൂടെ. when he come and lives in you, അവൻ വന്ന് നിന്റെ മേൽ വസിക്കുന്ന സമയത്ത് he will empower you. അവൻ നിന്നെ ശക്തീകരിക്കുവാൻ ഇടയാകും. Say with me, when the Holy Spirit comes inside me, പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വരുന്ന സമയത്ത് he empowered me. അവൻ എന്നെ ശക്തീകരിക്കുവാൻ ഇടയാകും. Once again. When the Holy Spirit come and abides in me, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ വന്ന് വസിക്കാൻ ഇടയാകുമ്പോൾ he empowers me. അവൻ എന്നെ ശക്തീകരിക്കുവാൻ ഇടയാകും. Not only that, when he started to live in you, അവൻ നിന്റെ ഉള്ളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ he gave his ability to your ability. അവൻ അവന്റെ കഴിവ് നിന്റെ കഴിവായി മാറ്റി തരുവാൻ ഇടയാകും. And when he started to live in you, അവൻ നിന്റെ ഉള്ളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ his might become your might. അവന്റെ ഹൃദയം നിന്റെ ഹൃദയമായി Your മാറാൻ, might, അവന്റെ ശക്തി, അവന്റെ ശക്തി നിന്റെ ശക്തിയായി മാറാനായി പോകുന്നു. Listen to me very carefully. When you believe the manifestations, നിങ്ങൾ ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ God will send the Holy Spirit to manifest. പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ മുകളിലേക്ക് അയക്കും, അത് വെളിപ്പെടുവാൻ വേണ്ടി. When the Holy Spirit started to abide in you, പരിശുദ്ധാത്മാവ് നിന്റെ മുകളിൽ വസിക്കുമ്പോൾ, according to Acts chapter 1 verse 8, അപ്പോസ്തലപ്രവൃത്തി 1:8, he will empower you. അവൻ നിന്നെ ശക്തീകരിക്കാൻ ഇടയാകും. Second thing what happened? രണ്ടാമത് എന്താണ് സംഭവിക്കുന്നത്? According to 2 Corinthians chapter 3 verse 5, he will empower, not only empower you, he will give his ability to your spirit. 1 കൊരിന്ത്യർ 3:5 പറയുന്നു, അവൻ ശക്തീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ അവന്റെ കഴിവിനെ നിന്റെ മുകളിലേക്ക് തരുവാനിടയാകും. The ability of God started to rest on you. ദൈവത്തിന്റെ കഴിവ് നിന്റെ മേൽ വസിക്കാനിടയാകും. Not only that, according to 2 Corinthians chapter 4 verse 7 says, his power or his might started to live in you. 2 കൊരിന്ത്യർ 4:7 പറയുന്നു, അവന്റെ ശക്തിയും അവന്റെ ബലവും നിന്റെ ഉള്ളിൽ വസിക്കാനിടയാകും. Do you understand what this part? എന്താണ് പറയുന്നത് മനസ്സിലായോ? When God wants to manifest his restoration in you, ദൈവത്തിന് തിരികെ ഏൽപ്പിച്ചത് നിന്റെ മുകളിൽ വെളിപ്പെടുത്തുന്ന സമയത്ത് he will send Holy Spirit. അവൻ പരിശുദ്ധാത്മാവിനെ നിന്റെ മുകളിൽ അയക്കാനിടയാകും. When the Holy Spirit come upon you, പരിശുദ്ധാത്മാവ് നിന്റെ മുകളിൽ വരുമ്പോൾ he empowers you. അവൻ നിന്നെ ശക്തീകരിക്കും. His impart his ability in you. അവന്റെ കഴിവിനെ നിന്റെ മുകളിൽ പകർന്നു തരും. He impart his might in you. അവന്റെ ശക്തിയെ നിന്റെ മുകളിൽ തരുവാനിടയാകും. Not only that, he will impart his knowledge into you. അത് മാത്രമല്ല, അവന്റെ അറിവിനെ കൂടെ നിന്റെ മുകളിൽ പകർന്നു തരുവാനിടയാകും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ അവൻ്റെ അറിവും കഴിവുകളും അത് എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. അതിനാലാണ് ഞാൻ ആയിരിക്കുന്നത്. ആ കഴിവിലും അറിവിലും ആ വിധത്തിൽ ഞാൻ നടത്തപ്പെടണമെന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ എനിക്ക് തരിക തന്നെ ചെയ്തത്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ കേട്ട ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ കേട്ട ഓരോ ദൈവ ശബ്ദവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്, അനുഭവിക്കാൻ പോവുകയാണ്. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം.
സിസ്റ്ററിന്റെ പേര് സൈറി കുമാരി എന്നാണ്. പരശുവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പരശുവയ്ക്കൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. ഓക്കെ. ജൂലൈ 26 സിസ്റ്റർ 2 വീലറിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണതിനെ തുടർന്ന് കാലിലെ ചതയെല്ലാം പോയി എല്ല് പുറത്ത് കാണുന്ന അവസ്ഥയിലായിരുന്നു. പാറശാല ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് ഡോക്ടേഴ്സ് വേഗത്തിൽ തന്നെ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. പ്ലാസ്റ്റിക് സർജറി വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. കാലിലെ 2 വിരലും അനക്കം ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആയിരുന്നത്. നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അസ്ഥി പുറത്തു വന്നു. അസ്ഥി പുറത്തു വന്നു. ഭയങ്കര എന്ത് വേദന സഹിച്ചാണ് ചേച്ചി? പറ. ഒത്തിരി പ്രയാസത്തിലൂടെ ആയിരുന്നു സിസ്റ്റർ പോയത്. എന്നാൽ കഴിഞ്ഞ മാസം സെപ്റ്റംബർ സിസ്റ്റർ ചർച്ചിലേക്ക് വന്നു. ബ്രദർ സിസ്റ്ററിന്റെ അടുത്ത് അങ്ങോട്ട് തന്നെ ആലോചന പറഞ്ഞു. ഈ സമയം തന്നെ കർത്താവ് സിസ്റ്ററിന്റെ കാലുകളെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെ ആ സിസ്റ്ററിന്റെ വിരലുകൾ സൗഖ്യമായി, തുടർന്ന് തന്നെ കാലുകളും സൗഖ്യമായി എന്നാണ്. ഭയങ്കര കാര്യമാണല്ലോ. എനിക്കിത് ഓർമ്മയില്ല പറഞ്ഞത്. സെപ്റ്റംബർ പറഞ്ഞ കാര്യം. സെപ്റ്റംബർ 15-ാം തീയതി ഇവിടെ വന്ന സമയത്ത് എന്തുവായിരുന്നു അപ്പൊ കാലില് പ്രശ്നം ഉണ്ടായിരുന്നു? ഈ ചതയൊന്നും ഇല്ലാതെ എല്ല് മാത്രം കാണുന്ന അവസ്ഥയായിരുന്നു. 2 വിരൽ മാംസം പോയി, അസ്ഥി കാണാം. ഇപ്പൊ 2 വിരല് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞ് വിരൽ അനങ്ങുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തർക്കിക്കുമായിരുന്നു വിരൽ അനങ്ങണമെന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞ് ഈ വിരൽ മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ 15-ാം തീയതി ഇവിടെ വന്ന് ആരാധന കഴിഞ്ഞ് പ്രാർത്ഥന സമയം ബ്രദർ അടുത്ത് എൻ്റെ അനിയത്തി മോളും കൂടെ വന്ന് പറഞ്ഞ്, അപ്പോഴും ബ്രദർ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് വിരൽ അനക്കിക്കോ എന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ അനങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുത്ത കർത്താവിനെ. ആമേൻ. എന്നെ സന്തോഷമാണോ? നിങ്ങൾക്കിത് കേട്ടിട്ട് സന്തോഷമാണോ? അത്ഭുതങ്ങൾ ഉണ്ടാകണം സഹോദരൻ, വീരപ്രവർത്തികൾ ഉണ്ടാകണം. അനേകരുടെ വിശ്വാസത്തിന് ഇത് കാരണമാകും. ഇത് കേട്ടോ പറഞ്ഞത്? കാലിൽ വിരലനങ്ങത്തിലായിരുന്നു. ഡോക്ടർ മുറിച്ചു കളയണമെന്ന് പറഞ്ഞ അസ്ഥിയാണ് ഇന്ന് കൃപയാൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. അന്ന് മുതൽ കാലനങ്ങാൻ തുടങ്ങി. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയിട്ടേ ഇല്ല. അയ്യോ, അസ്ഥി കാണുന്ന വിധത്തിൽ മാംസം പോയെന്നൊക്കെ പറയണ ഭയങ്കരമല്ലേ? ചേച്ചിയുടെ മൊബൈലിൽ അതാണുണ്ടോ? ഒന്ന് കാണട്ടെ. അടിപൊളി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. വാ. എന്റെ അമ്മോ, ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്. അസ്ഥി കാണാം. ഇത് കാണാതിരിക്കാൻ നല്ലത് കേട്ടോ. എനിക്ക് തന്നെ കണ്ടിട്ട് പേടിയാവുന്നു. കാണാവോ? നിങ്ങൾ കാണണ്ട. എനിക്കും കാണണമെന്ന് വലിയ ആഗ്രഹമില്ല. അവസാനമാണ് ഇങ്ങനെ ആയെന്ന് കേൾക്കുന്ന സന്തോഷമുള്ള കാര്യം. ഒരു കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു. കർത്താവ് ചെയ്ത വലിയൊരു സാക്ഷ്യമായിട്ടാണ് ഈ സഹോദരി വന്നിരിക്കുന്നത്. ഈ സഹോദരിയുടെ പേര് ശ്രീജ എന്നാണ്. കോഴിക്കോട് കൊയിലാണ്ടി നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. കൊയിലാണ്ടി നിന്നാണ്. ഈ സിസ്റ്റർ കഴിഞ്ഞ 8 വർഷമായിട്ട് ബ്ലീഡിംഗിൽ ഭാരപ്പെടുകയായിരുന്നു. 8 വർഷമായിട്ട്. എന്നാൽ കഴിഞ്ഞ മാർച്ച് 8 നമ്മുടെ കണ്ണൂർ പബ്ലിക് മീറ്റിംഗിൽ ഈ സഹോദരി വിശ്വാസത്തോടെ കടന്നു വന്നു. ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. കർത്താവ് തൊട്ടു. ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി. കണ്ണൂർ മീറ്റിങ്ങിന് വന്നതാണ്. കണ്ണൂർ മീറ്റിങ്ങിന് ചേച്ചി വന്ന സമയത്ത് ഞാൻ ചേച്ചിയുടെ ദൂത് പറഞ്ഞു. അന്ന് 8 വർഷമായിട്ട് ചേച്ചിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ നടന്നതാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 7 മാസമായി. പിറ്റേത്തെ മാസം തന്നെ എനിക്ക് റെഡിയായി വന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആകേണ്ടതുകൊണ്ടാണ് സാക്ഷ്യം പറയാതിരുന്നത്. കഴിഞ്ഞ മീറ്റിങ്ങിന് ഞാൻ ഇവിടെ വന്നിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് അതിനുശേഷം പിറ്റേ മാസം മുതൽ നോർമലായി. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ പറഞ്ഞേ. 8 വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. 8 വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 8 മാസമായിട്ട് 9 മാസമായിട്ട് തനിക്ക് നോർമലാണ്. ഒന്ന് കൈകളടിച്ചു ആമേൻ പറയാം. ഞാൻ ചേച്ചിയോട് അങ്ങോട്ട് ദൂത് പറയുകയാണോ ചെയ്തേ? ഞാൻ ഈ കാര്യം ചേച്ചിയോട് ദൂത് പറഞ്ഞു. അന്ന് മുതൽ കർത്താവ് പ്രവർത്തിച്ചു. അതൊരു വലിയ കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ചില ആളുകൾ എന്നെ കളിയാക്കുന്ന കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ദൂത് പറയുന്നു പറഞ്ഞിട്ട്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ 8 മാസമായ കാര്യമാണ്. യേശു കൊടുത്ത സൗഖ്യവും വലുതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യേശു ചെയ്ത നന്ദിക്ക് നന്ദി പറയാം. ഓരോ അനുഭവങ്ങളും നമ്മുടെ ലൈഫിൽ സന്തോഷം പകരുന്നതാണ്. ഓരോ സാക്ഷ്യവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ആമേൻ. നിങ്ങളുടെ മുൻപിലായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും നിങ്ങളെ തളർത്തുവാനല്ല, അതിൻ്റെ നടുവിൽ കർത്താവിനെ അനുഭവിക്കുവാനായി കഴിയും. ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണുവാനായി കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ഓരോ ദിവസവും ഉയർന്നു വരുമെന്നതാണ് ദൈവത്തിൻ്റെ വചനം.
ആ വ്യക്തി ഒരിക്കലും താഴോട്ട് പോകത്തില്ല. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരിക്കലും തകർച്ച അനുഭവിക്കത്തില്ല, വേദനയിലായി പോകത്തില്ല, നിരാശയിലായി പോകത്തില്ല. കാരണം ആ വ്യക്തി ആയിരിക്കുന്നത് കർത്താവിൻ്റെ നിറവിലാണ്, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ്, ആ തെരഞ്ഞെടുപ്പിലാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. നിങ്ങളെ കർത്താവ് അതിനായി കണ്ടതാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങളായിരിക്കുന്നത്. കർത്താവ് ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ അപ്പാ. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളുണ്ടാകട്ടെ, അവിടുത്തെ നന്മകളുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. ഈ കുടുംബങ്ങളിലെല്ലാം അത്ഭുതമുണ്ടാകട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അപ്പാ പ്രവൃത്തികൾ അനുഭവിക്കട്ടെ അപ്പാ. നന്ദി യേശുവേ, നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ആമേൻ. ഒരു കറുത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ വ്യക്തിയുടെ ഗോൾഡ് ലോണിനോട് ബന്ധിക്കപ്പെട്ട് ചില പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. കർത്താവേ, അവിടുത്തെ കരം ഇവർക്ക് വേണ്ടി ചലിക്കട്ടെ അപ്പാ. അത് നഷ്ടമായി പോകാതെ വണ്ണം കർത്താവേ, അതിനോട് ബന്ധപ്പെട്ട എല്ലാ വേദനകളും അവരുടെ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. സ്വർഗം ചെയ്യുന്നതോർത്ത് നന്ദി പറയുക. എന്നോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ. ഇവ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ, സമാധാനം അനുഭവിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിലും സ്നേഹത്തിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.